We are going to attend Sarpa Puja, yani Naga Puja. This is the part of annual divine function which is being organized by Kotala Sri Lakshmi Vilasam Ponnanthanam Kudumba Yogam, that means family gathering, in which Sarpa Puja, yani Naga Puja and Paradevada Puja, means family deities, are performed annually. This place is situated at Vattikalam, Kottayam district, Kerala, India. All the people attending this puja belong to the same family called Ponnanthanam Kudumbam. Sarpa pujas in Kerala are rituals performed to appease serpent deities, primarily Nagaraja and Nagayakshiyamma, and to mitigate the effects of Sarpadosha, snake-related problems. These rituals are often performed in temples dedicated to snakes. പരിചയപ്പെടുത്തിക്കോ. അയ്യോ, ഇത് ആന്തോലി ചേച്ചിയാണോ? വായിക്കോ, എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറയട്ടെ, എന്നോട് ശിവരാമചേട്ടൻ അമ്മാവൻ എന്തിയെന്നൊക്കെ ചോദിച്ചു. ശിവരാമചേട്ടൻ എന്റെ കുഞ്ഞമ്മാന്റെ മോനാ. ഞങ്ങളും കൊച്ചമ്മയില്ലാഞ്ഞോ? കാർത്തിയാനിയമ്മ എന്റെ അമ്മ, ഞങ്ങളുടെ അച്ഛന്റെ പെങ്ങള്. അതെല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നു. നമ്മള് സ്വന്തക്കാരാണ്. പിന്നെ ഞാൻ മിനിങ്ങാന്ന് പറഞ്ഞതേ. साउथ इंडिया में नाग देवता को बहुत ज़्यादा माना जाता है, पूजा की जाती है। साउथ इंडिया में ही नहीं, पूरे ब्रह्मांड में आप कहीं भी जाइए तो नाग देवता का अपना ही एक विशेषता है। नाग देवता का विशेषता ये है कि वो कुंडलिनी शक्ति को दर्शाता है। हमारे जो 7 चक्र है, मूलाधार से लेके सहस्रार चक्र, जिन देवताओं ने भी नाग देवता को धारण किया है, जिन देवियों ने भी नाग देवता को धारण किया है, उनके अंदर रहने वाली कुंडलिनी शक्ति ही नाग देवता है। नागों की राजा अधिशेष, इनके ऊपर पृथ्वी खड़ा हुआ है। नाग देवता मतलब तिथि और अतिथियों के संतान। कश्यप ऋषि के संतान एक जगह पे गरुड़ देवता पैदा हो गए और दूसरी जगह पे नाग देवता। പരദേവതയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കല്ലമ്പള്ളി ഇല്ലത്ത് ബ്രഹ്മശ്രീ കൃഷ്ണനമ്പൂരി അവർ പ്രവാസ
പ്രഭാഷണം നടത്തുന്നതാണ്. അതോടൊപ്പം നമ്മുടെ കുടുംബാംഗങ്ങളിലായിട്ടുള്ള കുട്ടികളുടെ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിക്കുന്ന ഒരു ചടങ്ങുകളുണ്ട്. എല്ലാവരും ആ ചടങ്ങിന് കൃത്യമായ ഹാളിലേക്ക് തന്നെ എത്തണമെന്ന് അറിയിക്കുന്നു. സ്വഭാവശുദ്ധിയും മഹാഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. ബ്രഹ്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. മനോഹരൂപം കാണണം. അർഹിക്കുന്ന ഒരു ദേവതയാണ് കുടുംബദേവത. അതിനെ ഒന്ന് ലഘുവായിട്ട് പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ഒരു സഭ നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഈ ഒരു സഭയ്ക്ക് സ്വാഗതം അറിയിക്കുക, ഇവിടെയുള്ളവരെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിന് നിക്ഷിപ്തമായ കർമ്മം. അത് വേഗത്തിൽ തന്നെ ഞാൻ നിർവഹിക്കുകയാണ്. ഈ ഒരു യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് ശ്രീ സുകുമാരൻ നായർ പുത്തേഴ, നമ്മളുടെ കുടുംബയോഗത്തിൻ്റെ പ്രസിഡന്റാണ് അദ്ദേഹം. പിന്നീട് വേദിയിലുള്ളത് നമ്മളുടെ കുടുംബയോഗത്തിൻ്റെ രക്ഷാധികാരി ശ്രീധരച്ചേർന്നാണ് കോഴിത്താനത്ത്. നമ്മളുടെ ഇവിടെ ഈ ഒരു പ്രഭാഷണത്തിന് ശേഷം നമ്മളുടെ കൂടെ ഈ കഴിഞ്ഞ വർഷം മികച്ച ചില നേട്ടങ്ങൾ കൈവരുത്തിയ ആളുകളെ ആദരിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് നിക്ഷിപ്തമായിട്ടുള്ള കർമ്മം. ആദ്യം നടക്കുക നമ്മളുടെ ജീവിതത്തിൽ കുടുംബദേവതയുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ. കല്ലമ്പള്ളിയിലാണ് അദ്ദേഹം ജനിച്ചത്. തിരുവല്ല കുഴിക്കാട്ടില്ലത്തിലെ അവരൊരു തന്ത്രം കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. ആചരണ വിഷയങ്ങളെപ്പറ്റി നല്ല അവഗാഹമുള്ള ആളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹമായിരിക്കും കുടുംബദേവതയുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ഇവിടെ സംസാരിക്കുന്നത്. നമ്മൾ ബ്രഹ്മദൈവത്തെ ആശ്രയിക്കുന്നത് അന്നത്തിൽ ഒരു തവണ വന്നുകൂടി ആ ദേവതയെ കൊടുത്തു, ആ ദേവതയ്ക്ക് വേണ്ടതായി കൊടുക്കുന്നതിന് നമ്മൾ സമർപ്പിച്ചു, തിരിച്ചുപോയി. ഇനി എന്താ വേണ്ടേ? നിരന്തരം ആ ദേവതയെ സ്മരിച്ചു വേണം. ആ ദേവതയെ വിട്ട് വേറൊരു ദേവതയെ നിങ്ങൾ ആശ്രയിക്കേണ്ടത്. ഭാഗവത സപ്താഹത്തിനൊക്കെ പോകണ്ടോ? ഇല്ലേ? ചെല്ലുമ്പോൾ അവിടെ സ്ഥിരം കേൾക്കുന്ന ഒരു കീർത്തനാണ്. ആരെ കുറിച്ച് പാടിയതാണ്? ഇത് ഏത് ദേവന്റെ കുറിച്ച് പാടിയതാണ്? ഇതേപോലെ തന്നെയാണ് നമ്മുടെ ധർമ്മദൈവം തന്നെയാണ് എല്ലായിടത്തും അപ്പം അങ്ങനെ ഉച്ചയ്ക്ക് മാത്രമേ നമുക്ക് മനസ്സമാധാനം ഉണ്ടാവും. ഇല്ലെങ്കിൽ എപ്പോഴും എന്തോ ഒരു സ്വസ്ഥത കുറവ് നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും അനുഭവിച്ചുണ്ടായിരുന്നു. ഈശ്വരന് താല്പര്യമുള്ളതായിരുന്നു അതുണ്ടാവണം, ഉണ്ടായേ പറ്റൂ. അത് നിരന്തരം എന്നും വരാൻ പറ്റുമെങ്കിൽ എന്നും നമ്മൾ കൊണ്ടുപോയിരിക്കണം. പറ്റിയില്ലേ അവനവൻ്റെ കുടുംബത്തിൽ വരത്തിൽ അവരെ കത്തിച്ച് നമസ്കരിക്കണം. നമ്മൾ ജീവിക്കണം. ആ പദ്ധതിയെ അതിന് ആശയം ഭാഗവതത്തില് 10 സ്കന്ധം പറയുന്നില്ല. അവസാനം പറയുന്ന പദം വള്ളിയൂർ ശങ്കരൻ തമ്പൂരിയുടെ ഒപ്പം ജീവിച്ച് ശാസ്ത്രം പഠിച്ച ആളാണ്. കുടുംബദേവതയ്ക്ക് അപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അധികാരിയായ ശ്രീധരന്റെ മകൻ്റെ പുത്രിയാണ്. +2 പരീക്ഷയിൽ ഉന്നത വിജയം തന്നെ കരസ്ഥമാക്കിയ മിടുക്കിക്കുട്ടിക്ക് കുടുംബയോഗത്തിൻ്റെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി മനസ്സിലെ ക്ഷണിക്കുന്നു. ദേവനാരായണൻ PS തിരുവഞ്ചൂർ പരിപഠനത്തിനായിട്ട് ഇവിടെ ഇല്ല. അതുകൊണ്ട് അത് ഏറ്റുവാങ്ങുന്നതിന് അദ്ദേഹത്തിൻ്റെ മുത്തച്ഛനായ ശ്രീധരൻ നായർ അവരെ ക്ഷണിക്കുന്നു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുടുംബാംഗമായ ആവണി രാജീവ് കൊച്ചി രാമേന്ദ്രൻ നായർ അവരുടെ മകൻ്റെ പുത്രിയാണ്. മിടുക്കിയായിട്ടുള്ള ആവണി രാജീവിന് കുടുംബാംഗത്തിൻ്റെ ആദരവ് അർപ്പിക്കുന്നു. MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും BSc ക്ലിനിക്കൽ ന്യൂട്രീഷൻ കോഴ്സിന് 5ാം റാങ്ക് കരസ്ഥമാക്കിയ കുമാരി ആശാദേവി P
പനക്കൽ പ്രദീപ് കുമാറിന്റെ പുത്രിയാണ്. ആദരവ് നൽകുന്നതിനായി ബ്രഹ്മശ്രീ കൃഷ്ണൻ നമ്പൂതിരി അവരെ ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മുടെ കുടുംബത്തിൽ നിന്നും മെഡിസിൻ പഠനം പൂർത്തിയാക്കി ഇപ്പോൾ ഗവൺമെന്റ് സർവീസിൽ ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ള ശ്രീ അഖിൽ രാജ്, ഡോക്ടർ അഖിൽ രാജിന് കുടുംബയോഗത്തിന്റെ ആദരവ്. അദ്ദേഹം ഇപ്പോൾ MD-ക്ക് പഠിക്കാൻ ചേർന്നിരിക്കുകയാണ്. അച്ഛനായ രാജചേട്ടനെ ഈ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. അതോടൊപ്പം ഏതൊരു പുണ്യകർമ്മവും ശ്രേഷ്ഠമാകുന്നത് ദാനധർമാദികൾ കൊണ്ടാണ്. ഈ പുണ്യമുഹൂർത്തത്തിൽ നമുക്ക് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട രോഗബാധിതനായിട്ടുള്ള ശ്രീ സുനിൽകുമാർ കോയിത്താനത്ത് നമ്മുടെ കമ്മിറ്റിയും കൂടിയാണ്. അദ്ദേഹത്തിന് ഒരു മേജർ സർജറി തന്നെ വേണ്ടി വരുന്ന അവസ്ഥയാണ്. അപ്പോൾ ഏതാണ്ട് 30 ലക്ഷം രൂപയോളം ചെലവ് വരുന്ന അതിനുവേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് ആ കുടുംബം. നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു കൈത്താങ്ങ് എന്നുള്ള രീതിയിൽ ഒരു ചികിത്സാ സഹായ സേവാനിധി സമർപ്പണമാണ് അടുത്തതായി നടക്കുന്നത്. അദ്ദേഹത്തിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ജഗദീശനോട് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. ഇനി വർഷങ്ങളോളം നമ്മുടെ അരുണാചൽ പ്രദേശ് ഗവൺമെന്റ് സർവീസിൽ അധ്യാപകനായിട്ടുള്ള കുഴിക്കാട്ടേൽ ശിവരാമൻ നായർ മകനായ ശ്രീ ശശികുട്ടൻ എസ് അവർക്ക് ഏതാണ്ട് 5ഓളം പുരസ്കാരങ്ങൾ നമ്മുടെ അരുണാചൽ പ്രദേശ് സർക്കാരിന്റെ കിട്ടിയിട്ടുണ്ട്. 2015, 2017, 2023. അതോടൊപ്പം 2025 3 പുരസ്കാരം അദ്ദേഹത്തിന് കിട്ടി. ഏറ്റവും അവസാനമായി ലഭിച്ചത് ഏറ്റവും നല്ല സോഷ്യൽ വർക്കർക്കുള്ള സാമൂഹ്യ പ്രവർത്തകനുള്ള ഗവൺമെന്റ് അവാർഡാണ്. 2025 അത് ബഹുമാനപ്പെട്ട അരുണാചൽ പ്രദേശ് ഗവർണർ അദ്ദേഹത്തിന് സമർപ്പിക്കുകയുണ്ടായി. ഏതായാലും അദ്ദേഹത്തിന്റെ ഭാഗ്യമെന്നോ നമ്മുടെ ഭാഗ്യമെന്നോ ഏതായാലും ഈ ഒരു പുണ്യമുഹൂർത്തത്തിൽ അദ്ദേഹം കുടുംബവും നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ കുടുംബയോഗത്തിന്റെ ആദരവ് അർപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. പൊന്നാട അണിയിച്ച് അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി കുടുംബയോഗ രക്ഷാധികാരി ചേട്ടനെയും ക്ഷണിക്കുന്നു. മുപ്പത്തിമൂന്ന് വർഷമായി അദ്ദേഹം എറണാകുളം പ്രദേശിലെ അധ്യാപകനാണ്. ഏതായാലും എല്ലാ അനുഗ്രഹങ്ങളും അദ്ദേഹത്തിന് കുടുംബത്തിന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യൂണിവേഴ്സിറ്റി റാങ്ക് കുട്ടികളായിട്ടുള്ള അവരുടെ ജേതാക്കളായിട്ടുള്ള കുട്ടികൾക്ക് ക്യാഷ് അവാർഡുകളുണ്ട്. അത് ഇതിനിടയ്ക്ക് വിട്ടുപോയതാണ്. അതുകൂടി ഏറ്റുവാങ്ങുന്നതിനായി കുട്ടികളായി ക്ഷണിക്കുന്നു. ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ.
ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തോളൂ. At the end of the puja, now it is the time to take lunch. Very tasty lunch, totally vegetarian lunch. If you like this video, do not forget to share this video. And at the same time, if you have not yet subscribed my channel, do subscribe my channel. Thank you very much. May God bless you all.